ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് മറ്റൊരു വീഡിയോ ആണ്. പോപ്പി പ്ലാറ്റൺ ചാപ്റ്റർ 6 ഹഗ്ഗി ആൻഡ് റോറി ഗെറ്റ്സ് റിവെഞ്ച് ഓൺ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം ഗൈസ്. ഇപ്പോൾ ആഡ് വന്നേക്കാണ് ഗൈസ്. അത് ഒന്നും ആക്കാനും വേണ്ട. ഓക്കെ, ഇത് സൗണ്ട് ഇല്ല എന്നൊന്നും, ഞാൻ കുറച്ച് സൗണ്ട് കിട്ടാം കേട്ടോ ഗൈസ്. അടുത്ത ആഡ്, ഈ ആഡുകളെ കൊണ്ടിട്ടാണ് പ്രശ്നം. ഈ ലോകത്ത് ആഡില്ലെങ്കിൽ എന്തൊരു ഭംഗിയായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ ഹഗ്ഗീനെ എടുത്ത് എറിയാണ്. മുമ്പത്തെ എപ്പിസോഡിൽ ഹഗ്ഗീനെ റോറി അവൻ്റെ കയ്യിരിക്കുന്ന സാധനം കണ്ട, അതുകൊണ്ടാണ് അവൻ്റെ പവർ ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഫുള്ള്. അത് പോയി അവൻ്റെ പവർ എല്ലാം പോകും ഗൈസ്. നമ്മൾ ഹഗ്ഗിക്ക് തല കറങ്ങുന്നു. ഞാൻ സൗണ്ട് കിട്ടിട്ട് ഗൈസ്, നമ്മൾ ഹഗ്ഗിക്ക് തല ഇറങ്ങിയാണ് ഗൈസ്. നല്ല തല ഇറങ്ങുന്നുണ്ടോന്ന്. അപ്പോൾ ഒരാൾ വന്ന് പ്രോട്ടോടൈപ്പ്. നമ്മൾ പ്രോട്ടോടൈപ്പ് വന്നിട്ടുണ്ട്. ദാണ്ട പ്രോട്ടോടൈപ്പ് വന്നതും കണ്ട. വേറെ ഷീ എന്ന് പറയുമ്പോൾ ലില്ലി ലവ് ബേർഡ്സ് അവിടെ ഇവൻ്റെ സിസ്റ്ററാണ് ലില്ലി ലവ് ബേർഡ്സ്. ആ ബിസ്ക്കറ്റ് എടുത്തില്ല, കണ്ട അവൻ്റെ പവർ പോയത് കണ്ട. അവന് പാകമുള്ളത് ഇങ്ങനെ വലിച്ചെടുക്കാനും തിരിച്ചെടുക്കാനും അങ്ങനത്തെ മാത്രമേ ഉള്ളൂ. മറ്റേതിൽ മാത്രം കുറേ പവറുണ്ട് അതിൽ. അത് മോൺസ്റ്റർ പവർ. ഇതിപ്പോൾ മീൻ വൈൽ ഇൻ ഗ്രേൻഡ് സെഞ്ചുറി എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ചംചം കോപ്പിംസ് ആണെങ്കിൽ നമ്മൾ ഹഗ്ഗിക്കും കിസ്സിക്കും ബ്ലഡ് കൊടുത്തു അവൻ്റെ. അതുകൊണ്ട് അവൻ ഡെഡായി. ഈ എപ്പിസോഡിൽ റിവെഞ്ച് എടുക്കുന്ന ടൈമിൽ ഡോക്ടർ അവനെ ഒന്ന് ബ്ലഡ് എല്ലാം കൊടുത്തൊന്ന് സെറ്റാക്കി ഗൈസ്. ഓക്കെ അവൻ അങ്ങോട്ട് നടന്നു പോകുന്നതിന് മുമ്പ് എന്തിനാണ് ഈ നോക്കുന്നത്? ഓക്കെ ഗൈസ്, ഓക്കെ നടന്നു പോവാണ്. ഓക്കെ, അവിടെ നോക്കുമ്പോൾ അവിടെ ബ്ലോക്ക്, അതുകൊണ്ട് അവന് പോകാൻ പറ്റാത്തതുകൊണ്ട് അവൻ തിരിച്ചു പോയി. എന്നിട്ട് അവൻ എന്തിരി മണ്ടയിലും ഒരു വഴിയില്ലടാ. ബോധം വല്ലതും പോയ ഇവൻ്റെ, അതുപോലെയാണ് എനിക്കും തോന്നുന്നത്. ഞാനും കാര്യമാക്കില്ലേ. അപ്പം ചംചം കോപ്പിങ്സ് ഒരു സാധനം എടുത്തിട്ടുണ്ട്. ഹഗ്ഗി ചാടി വന്നു ഗൈസ്. ഹഗ്ഗി ചാടി വന്നുള്ള പ്രോട്ടോടൈപ്പിന് എനിക്ക് പക്ഷെ ഇവർ എൻ്റെ ഒരു ഫ്രണ്ട്സായി തോന്നി ഇപ്പം. കാരണം മുമ്പത്തെ എപ്പിസോഡിൽ ഈ ഹഗ്ഗി റോറീനെ രക്ഷപ്പെടുത്താൻ ഒറ്റ ചാട്ടത്തിൽ അവനെ ഇടിച്ച്. ഇപ്പം റോറിക്ക് മനസ്സിലായി ഹഗ്ഗി അവൻ്റെ ഫ്രണ്ടാണെന്ന് ഗൈസ്. ഓക്കെ, മനസ്സിലായി എന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ പ്രോട്ടോടൈപ്പ് എന്തിനാണ് ഈ ചെയ്യുന്നത്? ഇപ്പം ഇവൻ പറയാം അവൻ്റെ സിസ്റ്റർ എവിടെയാണ്. ലില്ലി എവിടെ? ഈ പ്ലെയർ കാരണം ചത്തിട്ട് താഴെ ഒരു സ്ഥലത്ത് കിടക്കുകയാണ്. ലിവൻ ലില്ലീനെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളാണ് കൊന്നത്, പക്ഷേ ഇവനാണ് ലില്ലീനെ എക്സ്പെരിമെൻ്റ് അല്ല പുറത്തൊക്കെ ഇവൻ്റെ ഒരു ആർമറുമാക്കി വയ്ക്കുക. നമ്മൾ ഹഗ്ഗി വയ്ക്കണം. വലിയ ഹഗ്ഗി നമ്മളെ മോൺസ്റ്റർ എടുത്ത് ഞാൻ പേടിച്ചു പോയി. ഹഗ്ഗി എടാ റോറി ഹഗ്ഗിയും കറച്ച്. റോറി അവൻ്റെ മുഖം പിടിച്ച് അടച്ചിട്ട് ഹഗ്ഗിക്ക് അവനെ ഇടിച്ച്. ഉമ്മനെ അടിക്കില്ലേ? യെസ്, റോറി പിടിച്ച് ഗൈസ്. ചംചം കോപ്പിങ്സ്, നീയാണ് ഒറ്റ കാരണം ഇതെല്ലാം ചെയ്തതിന് നല്ലത് നിനക്കാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഗിബ്ലറ്റ് ചം എന്നാണ് ഇവൻ്റെ പേരല്ലേ, ചംചം കോപ്പിംസ് അല്ല.
എന്നാണ് ഗിബ്ലറ്റ് വിളിക്കുന്നത്, പക്ഷെ ഒറിജിനൽ പേര് ചംചം കോപ്പിൻസ്. പക്ഷെ പ്രോട്ടോടൈപ്പിന് പുറകെ വന്നിട്ട് ഹഗ്ഗിയൊക്കെ അടിക്കുന്നു, കഴുത്ത് പിടിച്ച് ഓഫ് വീണ്. അമ്മേ അത് റോറി റില്ലി ക്യാപ്പാണ് കേസ്. അമ്മയെ പേടിപ്പിക്കുന്നു. ഓക്കെ റിമൂവ് എന്തൊരു ഓ അപ്പം നമ്മൾ കിസ്സിനെ പെട്ടെന്ന് എടുത്ത് നമ്മൾ ബാക്കിലത്തെ ഒരു ഭാഗത്ത് വെക്കണം ഗൈസ്, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. ഈ പ്രോട്ടോടൈപ്പ് ഇതെല്ലാം കഴിയുമ്പോൾ നല്ല ദേഷ്യമായിരിക്കും. ചിലപ്പോൾ കിസ്സിനെ വെറുതെ വിടൂല, ആളെയും പിടിച്ച് കൊണ്ടുപോകും, അല്ലെങ്കിൽ പുറത്ത് ഇരിക്കുന്ന എല്ലാ ബോഡി പാർട്ടും എടുക്കും, അല്ലെങ്കിൽ കൊല്ലും. നമ്മൾ റോറി ക്യാപ്പ് റോറി നമ്മൾ റോറി ഹഗ്ഗി ഇപ്പോൾ ഭയങ്കര ഫൈറ്റാണ് ഇവിടെ. അപ്പോൾ ചംചം കോപ്പിൻസ് കിസ്സിനെ നോക്കും. പ്ലെയർ നമ്മൾ പോയിട്ട് എന്തിരിക്കും ഫയറും പിന്നെ വാട്ടറും റെയിനും അതൊക്കെ ഇടണം എന്നാണ്. കണ്ടോ അതാണ് കറക്റ്റ് ഉള്ള. ഈ പ്രോട്ടോടൈപ്പ് മനുഷ്യനല്ല, റോബോട്ടാണ്. ഇവൻ്റെ പുറത്ത് വെള്ളം വീണാൽ ഇവൻ കറണ്ട് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു വയറും കൂടെ വെച്ചെടുത്താൽ ഇവൻ കറണ്ട് അടിച്ച് പോവും. ചമ്മിൻ്റെ അടുത്ത് തുടങ്ങി കിസ്സിൻ്റെ അടുത്ത് ഇരിക്കാൻ, നമ്മളടുത്ത് തുടങ്ങി എന്തൊക്കെയോ ഫയറും പിന്നെ മഴയും ഒക്കെ കൊണ്ടുവരാം. കാരണം നമ്മളല്ലേ ഉള്ളൂ. ഇവനൊക്കെ ഭയങ്കര ചെറുതാണ്, ഇവർക്കൊന്നും അങ്ങനത്തെ ഹാൻഡൊന്നും ഇല്ല. മുമ്പത്തെ എപ്പിസോഡിൽ ഈ റോറിയൊക്കെ നമ്മളെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നതാ. അവിടെ ഇപ്പോൾ ഭയങ്കര ഫൈറ്റാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ സ്റ്റേഡിയമൊക്കെ നമ്മളാണ് സെറ്റാക്കിയത് ലെവന് വേണ്ടി. ലെവൻ തന്നെ സെറ്റാക്കൂലേ, എന്നിട്ട് മോൺസ്റ്ററായിട്ട് ഹഗ്ഗി വഗ്ഗീനെയാണ് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾ ആ എപ്പിസോഡ് പറയുമെങ്കിൽ ബഗ്ഗി ഹഗ്ഗി എന്ന് പറയുന്ന വീഡിയോയിൽ പോയി നോക്കിക്കോ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസുകൾ. പക്ഷെ അത് ഫാൻ മെയ്ഡാണ് ഗൈസ്, എന്തൊരു എടുത്തിട്ടുണ്ട്. എനിക്കറിയാം ഗൈസ്, ഇത് ഫയർ ആണെന്നാണ് തോന്നുന്നത്. ഫയറാണ്, കണ്ടോ ഇപ്പോൾ തീ പിടിക്കും, കണ്ടോ ഗൈസ്, കണ്ടോ തീ പിടിച്ച് ഗൈസ്. ആ ഗ്യാസിലൂടെ കത്തിക്കരിങ്ങി പോയി. നോ വാട്ടർ എന്നൊക്കെ പറയുന്നത്, നോ വാട്ടർ എന്ന് പറയുന്നത്. ഇത് ഗിബ്ലറ്റാ റോറിയാ പറയുന്നത്. കാരണം ഗിബ്ലറ്റിൻ്റെ റോറിൻ്റെ ശബ്ദം ഒരുമിച്ച് നല്ല സെയിമാണ്. അതാണ് എനിക്ക് അറിഞ്ഞൂടാത്തത്. ഓക്കെ നമ്മൾ നടന്നു പോവുകയാണ്. ഞാനത് റിയാക്ട് ചെയ്യുന്നതാണ് ഗൈസ്, ഞാനത് കളിക്കുന്നില്ല, ഞാനത് റിയാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ 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 അതും കറക്ക്. അമ്മേ തീ പിടിച്ചിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ കാം ഡൗൺ എന്നൊക്കെ പറയുന്നത് ഗൈസ്. സമാധാനപ്പെടണം ആദ്യം, നമ്മളത് സമാധാനപ്പെടണം. ഓക്കെ നമുക്ക് ചമ്മ് വിളിക്കാം. ചമ്മ് കിസ്സിനടുത്തുണ്ട് കേട്ടാ, കിസ്സിനടുത്തുണ്ട്. ഓക്കെ അതിനോർത്ത് വേറെ ഒരു പേടിയും അങ്ങനത്തെ വല്ലതും ഒന്നും വേണ്ട. ഓക്കെ ഒന്നും വേണ്ട. ഓക്കെ മഴ പെയ്തു. അപ്പോൾ നമ്മൾ ഈ ഗിബ്ലറ്റിന് ഭയങ്കര ഹൈ പേടിയാണ്. അതുകൊണ്ട് ഇവൻ എന്തൊക്കെയോ കാം ഡൗൺ എന്നൊക്കെ പറഞ്ഞ് പോവേണ് ഗായ്സ്. എൻ്റെ വോമ്പം ഫൈറ്റ് ചെയ്യും. അമ്മേ ഹഗ്ഗീനടിക്കണത്, ഹഗ്ഗീനടിക്കാതിരിക്കുക. ഹഗ്ഗീനടിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. കറണ്ടടിക്കല ഏടാ. നമ്മൾ പ്രോട്ടോടൈപ്പ് കറണ്ടടിച്ച്, പക്ഷെ ചത്തില്ല, അവൻ്റെ ബോഡി ബെൻഡായതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് അടുത്ത പാർട്ട് പീസ് ഔട്ട്.